പാവല്ലേ ഇവിടുത്തെ പെൺപിള്ളേരുടെ ഒരു അവസ്ഥ. ഇത്രയും ഫേസൊക്കെ മറച്ചിങ്ങനെ നാണം കുണുങ്ങിയവളെ പോലെ ഇരിക്കണം. ഫേസ് കാണിക്കുന്നില്ല. എന്നിട്ട് ഞാനിങ്ങനെ സാരിയൊക്കെ മാറ്റുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറയുക, പേടിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടി കാരണം. അപ്പം ഇന്ന് കല്യാണത്തിൻ്റെ റിസപ്ഷൻ ദിനമാണ്. റിസപ്ഷൻ്റെ രാവിലെയാണ്. ഞാനിപ്പോൾ തറവാട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, ചെറിയ എല്ലാ ഒരുക്കങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ മരുമക്കളാണല്ലോ, അപ്പോൾ നമ്മൾ പോയി അവിടെ സഹായിക്കണം. അപ്പോൾ ഞാൻ തറവാട്ടിൽ പോയിട്ട് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് വൈകുന്നേരമാണ് റിസപ്ഷൻ തുടങ്ങുന്നത്. അപ്പോൾ ആ കാര്യമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾ പിന്നെ വൈകുന്നേരം റെഡിയാവും. ഇപ്പോൾ പോയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ പെണ്ണിൻ്റെ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ അവർ ഒരുക്കും, എന്നാലും നമ്മളതൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ റിസപ്ഷൻ്റെ രാവിലത്തെ വിശേഷങ്ങളാണ് ഇപ്പോഴത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കാണാം. എന്നിട്ട് രാത്രിയിൽ റിസപ്ഷനാണ്. ഇപ്പോഴാണ് അവിടെ സ്റ്റേജൊക്കെ കെട്ടുന്നുണ്ടാകുക. എല്ലാ കാര്യങ്ങളും ഇന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തറവാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പന്തലിൻ്റെ പണിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ തന്നെ വന്നു, കുറച്ച് സഹായിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വന്നിട്ട് രാത്രിയിലാണ് ഇവിടെ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ രാവിലെ ഒന്ന് വന്ന് സഹായിച്ച് ഉച്ചയ്ക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ 4 മണിക്കാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. എന്നിട്ട് പിന്നെ ഒരുങ്ങിയിട്ട് രാത്രിയിലേക്ക് വന്ന് ഇന്നലെ ഒന്നും ആയിട്ടായിരിക്കും ഇവിടെ പന്തലൊക്കെ ഇടുന്നത്. കല്യാണത്തിൻ്റെ അന്ന് നമ്മൾ കണ്ടല്ലോ, പന്തലൊന്നും ഇട്ടിട്ടില്ല. ഇവിടെ റിസപ്ഷനാണ് ഇവിടെ മെയിൻ. കല്യാണം പെണ്ണിൻ്റെ അവിടെയാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ എന്നൊക്കെ നമുക്ക് കാണണ്ടേ. അപ്പോൾ അതൊക്കെ പോയി കണ്ടിട്ട് വരാം. അപ്പോൾ പന്തലിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല, അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് പോയി കല്യാണ പെണ്ണിനെ കണ്ടേക്കാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, അതാ കണ്ടോ, നമ്മുടെ കല്യാണ പെണ്ണാണ് ആ കട്ടിലിരിക്കുന്നത്. തലയും കുമ്പിട്ട് സാരി കൊണ്ട് മുഖമൊക്കെ മറച്ചിട്ടാണ് ഇവിടുത്തെ ഒഡീഷയിലെ വിവാഹം കഴിച്ച പെൺകുട്ടികൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. വിവാഹം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികൾ ഇതുപോലെ മുഖം മറയ്ക്കണം. ആണുങ്ങളുടെ മുന്നിൽ ഒട്ടും ഫേസ് കാണിക്കാൻ പാടില്ല എന്നാണ്. അപ്പം ഞാൻ വന്നപ്പോൾ ഒന്ന് കാണിക്കുക ഈ ഫേസ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ റിസപ്ഷനൊക്കെ ഫേസ് കാണിക്കും കേട്ടോ, വീഡിയോയിൽ വരണ്ടേ കാസറ്റിൽ. അല്ലാതെ ഉള്ള സമയങ്ങളിലൊന്നും ഇങ്ങനെ മുഖം മറിച്ചിരിക്കും. കാണുമ്പോൾ സങ്കടം. പാവല്ലേ ഇവിടുത്തെ പെൺപിള്ളേരുടെ ഒരു അവസ്ഥ. ഇത്രയും ഫേസൊക്കെ മറച്ചിങ്ങനെ നാണം കുണുങ്ങിയവളെ പോലെ ഇരിക്കണം. ഫേസ് കാണിക്കുന്നില്ല. എന്നിട്ട് ഞാനിങ്ങനെ സാരിയൊക്കെ മാറ്റുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറയുക, പേടിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടി കാരണം. മുതിർന്നവരാരെങ്കിലും കണ്ടാൽ വഴക്ക് പറയും, എന്താ അങ്ങനെ സാരിയൊന്നും ഇടാതിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞോളേ, അതുകൊണ്ടാണ്. അപ്പോൾ അതാ കാണിക്കുന്നില്ല, വേണ്ട വേണ്ട എന്ന് പറയുമായിരുന്നു. പിന്നെ ഞാൻ വേഗം പോയി താഴേക്ക് അവിടെ സഹായിക്കാനൊക്കെ പോയി. അപ്പോൾ അതാ ഞാനും മാമൻ്റെ മോളും ഒക്കെ കൂടിയിട്ട് ഞങ്ങൾക്ക് വലിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഒരു 5-6 കിലോ ഉണ്ടാവും വെളുത്തുള്ളി പൊളിക്കൽ. നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി. അതിൻ്റെ ഇടയിൽ ആ ചേച്ചി പറയുന്നുണ്ടോ, വീഡിയോ എടുക്കുന്നുണ്ട് ശരിക്കിരിക്ക് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സ് ഇങ്ങനെ ചുരിദാർ പൊന്തിച്ചിടുക എന്നൊക്കെ പറയുന്നുണ്ടോ. ഒന്നും കാണുന്നൊന്നുമില്ലേ, എന്നിട്ടും ആ ചേച്ചി പറഞ്ഞുണ്ടോ. അതാണ് ഇവിടെയൊക്കെ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. നമ്മളൊന്ന് കൈസഹായം ചെയ്തു കൊടുക്കണമെന്നേ ഉള്ളൂ. മസാലയ്ക്കുള്ള വെളുത്തുള്ളി പൊളിക്കലും ഇഞ്ചി പൊളിക്കലാണ് നമ്മുടെ ജോലി. ഇവർ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ വീഡിയോ കൂടി ഇതെല്ലാം ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം പിന്നെ ഇവരെല്ലാം പുറത്തിരുന്നിട്ട് ചെമ്മീൻ ഒരു എത്ര കിലോ ഉണ്ടായിരുന്നു, 15 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്യലായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കുമ്പോഴേക്കും എൻ്റെ മൊബൈൽ ഇത് സ്റ്റോറേജ് ഫുള്ളായി. പിന്നെ വേറെ ആരുടെയോ മൊബൈലിൽ നിന്ന് എടുത്തു, പക്ഷേ അതിൻ്റെ ക്ലിപ്പ് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. പൊളിച്ച് കൊടുക്കലും പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഓരോന്ന് പൊളിച്ചിങ്ങനെ ഇതാ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടൊക്കെ കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കിഴങ്ങ് മുറിച്ച് കൊടുക്കലും അങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ മരുമക്കളായതുകൊണ്ട് വന്ന് സഹായിക്കാനൊക്കെ നിൽക്കേണ്ടതുകൊണ്ട് ഞാൻ വന്നു. ഇനി നമ്മുടെ ക്ലീനിങ്ങും അതും ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ അധികം എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പന്തലിൻ്റെ പണി കണ്ടോ. അപ്പോൾ നമ്മൾ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകാനാകുമ്പോഴേ ഉച്ചയ്ക്ക് ചോറുന്നതും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാ സ്റ്റേജൊക്കെ നമ്മൾ പന്തലൊക്കെ ഏകദേശം ഒരു വിധമൊക്കെ ആയിട്ടുണ്ട്. ഇതെവിടെ ഭക്ഷണം ഉണ്ടാക്കി, ഇത് ചെക്കനും പെണ്ണും നിൽക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്റ്റേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ രാത്രി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഭക്ഷണം ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇന്ന് ഈ ഗ്രാമം ഫുള്ള് സദ്യ കൊടുക്കണം. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതെന്നുള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. മറക്കാതെ കാണണേ റിസപ്ഷൻ്റെ ആഘോഷങ്ങൾ. ഓക്കെ, താങ്ക് യു.